പ്രിയപ്പെട്ടവരെ, ഇറാന്റെ IRGC തലവൻ മക്കറു ഖാത്തിമുൽ അംബിയയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവന് കൂടെ അബ്ദുല്ലാഹി ഇന്നൊരു ഗുരുതരമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അടുത്ത ഭാവി മിഡിൽ ഈസ്റ്റിന്റെ, അതുപോലെ ഹോർമുസ് കടലിടുക്കിന്റെ, പേർഷ്യൻ ഗൾഫിന്റെ അടുത്ത ഭാവി എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾ നിർണയിക്കും എന്നാണ്. അതിൽ വിദേശികൾക്ക് യാതൊരു പങ്കും ഉണ്ടാവുകയില്ല. ഇത് അമേരിക്കയെയും യൂറോപ്പിനെയും ഇസ്രയേലിനെയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ അത്തരം കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഈ ഭാവിയിലേക്ക് ഞങ്ങൾ തയ്യാറാക്കുന്ന മിഡിൽ ഈസ്റ്റ് പദ്ധതികൾ ശത്രുവിന്റെ മേൽ ഞങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ വല്ല ശത്രുതാപരമായ നീക്കവും നടത്തിയാൽ ഞങ്ങളുടെ തിരിച്ചടി അത്രയും ശക്തമായിരിക്കും എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ രാത്രിയും അതുപോലെ ഇന്ന് രാവിലെയും എല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 60 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ഇറാന്റെ തെസ്നീം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുറേനിയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഞങ്ങളിപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറായിട്ടില്ല. 10 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് നിർത്തിവെക്കാമെന്നും 450 കിലോഗ്രാം വരുന്ന എൻറിച്ച്ഡ് യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാന് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഇറാൻ പറയുന്നത് അത് ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആഗോളതലങ്ങളിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കള്ള പ്രസ്താവന ട്രംപിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇറാന്റെ ഔദ്യോഗിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വന്ന വെടിനിർത്തലിന്റെ ചില കരടുകൾ, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടലിടുക്ക് നിരുപാധികം തുറക്കാൻ ഇറാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതിനും വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമുസ് കടലിടുക്കിലൂടെ നീക്കം നടന്നിരുന്ന എല്ലാ കപ്പലുകൾക്കും ഇനിയും അവിടെ ചരക്ക് നീക്കം നടത്താൻ സാധ്യമാണ്. പക്ഷെ അതിനർത്ഥം അവിടെ പുതിയ സംവിധാനങ്ങൾ വരികയില്ല എന്നല്ല. ഞങ്ങൾ അവിടെ സർവീസ് ഫീ ഈടാക്കുകയില്ല എന്നതിന് അർത്ഥമില്ല. അതേ സമയത്ത് കപ്പലുകൾ തടഞ്ഞു വെക്കുകയില്ല. എല്ലാ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടത്താനുള്ള അവകാശമുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഇറാൻ പറയുന്ന രീതിയിലും ഇറാന്റെ ഉപാധികൾക്കും അധിഷ്ഠിതമായിരിക്കും എന്നവർ അതിന് വിശദീകരണവും കൂടെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതോടുകൂടെ തന്നെ ട്രംപ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. എന്തായിരുന്നാലും 60 ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഈ യുറേനിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറാൻ കടന്നു വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കും. അതോടൊപ്പം ഇറാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ലബനാനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും നിർത്തിവെക്കണമെന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം അമേരിക്ക അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ന് നെതന്യാഹു ട്രംപിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എവിടെയും ഇടപെടാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് അത് അംഗീകരിക്കുകയും അതിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്ന വാർത്തയും വരുന്നു. ട്രംപ് ഒരു ഭാഗത്ത് ഈ രീതിയിൽ സംസാരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് നെതന്യാഹുവിനോട് മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നു. ഇത് തന്നെ ഒരു വ്യക്തമായ ഒരു കരാറിലേക്ക് എത്താൻ കഴിയുകയില്ല എന്നതിന്റെ സൂചനയാണ്. ഇതോടൊപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇറാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വ്യോമ മേഖല ഇറാൻ അടച്ചു എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. ഇത് കണ്ട് ചിലരൊക്കെ കമന്റ് ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ച് ഇല്ലാത്തത് പറയുകയാണ് എന്ന രൂപത്തിലുള്ള ചില വാക്കുകളൊക്കെ എഴുതിയത് കണ്ടു. യഥാർത്ഥത്തിൽ ഈ എഴുതുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഇറാന്റെ തെസ്നീം പത്രമാണ്, അവരുടെ ഔദ്യോഗിക പത്രമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഞായറാഴ്ച അമേരിക്ക കൊടുത്ത അവസാനത്തെ സമയമാണ്. ഈ സമയത്ത് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഒരുപക്ഷെ ഇറാന് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ടാകും. ആ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ ചില നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ വ്യോമ മേഖലയിലുള്ള നിയന്ത്രണം തന്നെ കൃത്യമായും ഇറാൻ പത്രം പറഞ്ഞത് തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കും എന്നാണ്. അതിന്റെ ഇടയിൽ അങ്ങനെ ചില സാധ്യതകൾ മുന്നിൽ കണ്ടതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ തെസ്നീം പത്രം അറബിയിൽ, അതുപോലെ പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. ഇത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ന് ഞാൻ പറഞ്ഞ ഈ വിശദീകരണങ്ങൾ, ഹോർമുസ് കടലിടുക്ക്, അതുപോലെ യുറേനിയവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളെല്ലാം ഇന്ന് മോർണിംഗിൽ 10:30 വന്ന വാർത്തയാണ്, 10:33 വന്ന വാർത്തയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അവരുദ്ദേശിക്കാത്ത വാർത്ത അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വരുമ്പോൾ അതവർ വ്യാജമാണ് എന്ന് സ്വയം കണക്കാക്കുകയാണ്. നമ്മൾ ഏത് കാര്യങ്ങളും വാർത്തയായി പറയുമ്പോൾ
അതിന്റെ സോഴ്സുകൾ ഇറാനിലുള്ള പ്രധാനമായും ഇറാനിൽ നിന്ന് വരുന്ന അവരുടെ IRGC അതുപോലുള്ള വാർത്തകളൊക്കെ അവരുടെ തന്നെ സംവിധാനങ്ങൾ, അവരുടെ തന്നെ മീഡിയകൾ, അവരുടെ തന്നെ എക്സ് പേജുകൾ, ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷേ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്ന വാർത്ത തന്നെ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ യുദ്ധം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഈ യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രതിസന്ധി നേരിടുന്നത് കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകത്തെ എല്ലായിടങ്ങളിലുമുള്ള ജനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്ന് ശരിയാണ്. കാരണം ഇന്ധനത്തിന് വില വർദ്ധിക്കും, അങ്ങനെ വില വർദ്ധിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രവാസി പണങ്ങളാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സ്. പക്ഷെ അതെല്ലാം നിന്നുപോയാൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഈ യുദ്ധം ഉണ്ടാകരുത്, സമാധാനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ വാർത്തകളായി കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഇഷ്ടപ്പെടാത്തതും ഒക്കെ ഉണ്ടാകും. ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകും. പക്ഷെ എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ വായിക്കുകയല്ലാതെ നിർവാഹമില്ല. അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മളത് വായിക്കുക, നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുക, ആ റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുക, വായിക്കുക എന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമൊക്കെ അതിലൂടെ കടന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മളൊക്കെ ശരിയാണെന്ന് പറയുക, നമ്മൾ ആഗ്രഹിക്കാത്തതാണെങ്കിൽ അതൊക്കെ കള്ളമാണ് എന്ന് പറയുക, ഇതൊന്നും ശരിയല്ല. എന്തായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഉണ്ടാകുന്നതിൽ അവർക്ക് വലിയ ഭയമുണ്ട്. ഇറാനുമായി ഒരു വലിയ സംഘട്ടനത്തിലേക്ക് പോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. അതേ സമയത്ത് ആണവായുധം വികസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇറാൻ ഒരുക്കി കൊടുക്കുക എന്നത് അമേരിക്കക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ അവരുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. അത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടെ പ്രസ്താവനകളിൽ ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തുകയില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് രീതികളിലൂടെയോ സാധിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.